റംബൂട്ടാൻ സീസൺ അല്ലേ, അപ്പം നമുക്കൊരു റംബൂട്ടാൻ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന റംബൂട്ടാനും 2 പച്ചമുളകും ഇച്ചിരി വെള്ളവും മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം. തേങ്ങയിലേക്ക് ഇത്തിരി ഉലുവ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, 2 ചുമന്നുള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി. ഇത് ഇത്രയും കൂടി ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. ഈ അരപ്പ് വെന്ത് വന്ന റംബൂട്ടാനിലേക്ക് ആഡ് ചെയ്യണം. 2 മിനിറ്റ് അരപ്പ് വേവാൻ വേണ്ടി അടച്ചു വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ മോര് ആഡ് ചെയ്യും. മോര് ചേർത്ത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പച്ചമുളക് ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് താളിച്ച് കറിയിലേക്ക് ഒഴിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇതിൻ്റെയും ടേസ്റ്റ് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.